ഹലോ ഗായ്സ്, ഒരുപാട് ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു വല്ലാത്തൊരു ഇന്റർവ്യൂ ആയിപ്പോയി. മീഡിയക്കാർ ചോദിക്കുന്നതിനുള്ള ആ കറക്റ്റ് ഓരോരോ മറുപടി ടെൻഡോ കൊടുക്കുന്നുണ്ടല്ലോ, അത് വല്ലാതൊരു മറുപടി. തൊപ്പിന്റെ ലൈവില് പോയതിന് വേണ്ടിട്ട് തൊപ്പി 8 ലക്ഷം ചെലവായി എന്ന് പറയുന്നുണ്ട്. 8 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടിൻഡോനോട് ആ മീഡിയക്കാർ ചോദിക്കുമ്പോ ടിൻഡോ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ചിലപ്പോ 8 ലക്ഷം അവനിക്ക് ചെലവായിട്ടുണ്ടാവും. അവൻ ഞാൻ അടുത്ത ഫ്രണ്ടാണ്, അത് ചെലവായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 5 ലക്ഷമാണ്. പക്ഷെ അവര് വീണ്ടും കുത്തി ചോദിക്കുമ്പോ ഇല്ലേ, അതിന് തക്കതായ കറക്റ്റ് മറുപടി കൊടുക്കുന്ന ടിൻഡോ, ബിഗ് സല്യൂട്ട്. ഇങ്ങനെയാവണം. കാരണം വെച്ചാൽ ഓരോരോ കാര്യങ്ങളും ചോദിക്കുമ്പോ അതിൻ്റെതായ രീതിയിൽ നീങ്ങുന്ന താങ്കള് ബിഗ് ബോസിന്റെ വിജയ് ആയതിൽ ഒരു സംശയമില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളവരാണ് ഇനിയും നിങ്ങൾ മുന്നോട്ടേക്ക് വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കട്ടെ എന്നറിഞ്ഞ് ആത്മാർത്ഥതയോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിഗ് സല്യൂട്ട്. അപ്പൊ എങ്ങനെ ഫുള്ള് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ഇതാ കണ്ടു നോക്കാം, എന്താണ് ആ ഇന്റർവ്യൂവിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കി നിങ്ങളൊന്ന് വിലയിരുത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ. 5 ചേട്ടാ, ഈ സാധാരണ ബിഗ് ബോസ് വിന്നറൊക്കെ ആയി പുറത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവന്റ്സിലും അടുപ്പിച്ചടുപ്പിച്ച് കാണാറുണ്ട്. പക്ഷെ ജിൻഡോനെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ. നമ്മളങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാൽ നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട്. ഞാൻ ട്രെയിനറാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്യിക്കാനാണ്. പിന്നെ എനിക്ക് UK, അമേരിക്ക, കാനഡ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അതിന്റെ പ്രശ്നമാണ്. ജിൻഡോയുടെ വിവാഹം ഉടനെ കാണും. ഉണ്ടാവും, തീർച്ചയായിട്ടും. വലിയ താമസം ഉണ്ടാവില്ല, 2-3 മാസത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡേട്ട ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ. അത് 8 ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് തൊപ്പി പറയുന്നത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അത് ചോദിച്ചാൽ ഒരു 5 പറഞ്ഞു. 5 ലക്ഷം. അപ്പൊ തൊപ്പിയായിട്ട് ഇപ്പൊ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ അങ്ങനൊന്നുമില്ല. അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു 3 ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് അത് ചോദിച്ചില്ലായിരുന്നു തൊപ്പിയോട്. വേറെ ആൾക്ക് വേറെ ചെലവുണ്ടാവും. മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. സൈബർ ബുള്ളിങ് ആയിട്ടും ഭയങ്കരമായിട്ട് ജിൻഡോ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ബിഗ് ബോസിൽ നിന്നപ്പോൾ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ലേ. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഗേറ്റേഴ്സിനൊക്കെ നമ്മൾ മറ്റു കണ്ടസ്റ്റന്റ് ആയിട്ടൊരു അകൽച്ചയുണ്ടോ ജിൻഡോനെ? കുഴപ്പമില്ല. എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവരോടും